ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സ്പെരിമെന്റൽ പ്രൂഫ് ഓഫ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ ആണ് കേട്ടോ. 1953 നമ്മൾ DNA എൻകോഡ് ചെയ്തെടുത്തപ്പോൾ അല്ലെങ്കിൽ DNA സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്തെടുത്തപ്പോൾ തന്നെ നമ്മൾ റിപ്ലിക്കേഷൻ ഇറ്റ് വിൽ സെൻട്രൽ ഡോഗ്മയും കൂടെ പറഞ്ഞു വെച്ചതാണ്, ക്രിക്കും അതുപോലെ തന്നെ വാട്സണും കൂടിയിട്ട് അല്ലേ. അത് 1958 എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത് ദ റിപ്ലിക്കേഷൻ ഇറ്റ് ഒക്കേഴ്സ് ബൈ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ ആണ് നടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് 1958. This was experimentally proved by the scientist Michelson and Stahl. Matthew Michelson and Franklin Stahl എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. Matthew Michelson and Franklin Stahl in 1958. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ദേ കണ്ടക്റ്റഡ് ആൻ എക്സ്പെരിമെന്റ് ഇൻ എസ്ക്രീഷ്യ കൊളൈ. ഇവർ എക്സ്ക്രീഷ്യ കൊളൈയിൽ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടാണ് ഇവരിത് പ്രൂവ് ചെയ്തത്. അത് കഴിഞ്ഞ് ടൈലർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് 1958 itself അവരും സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ പ്രൂവ് ചെയ്തു. ദാറ്റ് വാസ് പ്രൂവ്ഡ് ഇൻ എ പ്ലാന്റ് ദാറ്റ് ഈസ് വിസിയ ഫാബ. ഓക്കെ, സോ Taylor, he also proved the same thing in Vicia faba. Okay, Vicia faba എന്ന് പറയുന്ന പ്ലാന്റിലാണ്. അതും 1958 തന്നെയാണ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റ് മിസൽസനും സ്റ്റാളും കൂടെ എസ്ക്രീഷ്യ കൊളയിൽ കണ്ടക്ട് ചെയ്താണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എങ്ങനെയാണ് ഈ വിസിയ ഫാബയിൽ ഇവർ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്, അതായത് ടൈലർ എങ്ങനെയാണ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് നോക്കാം ഹൗ ദിസ് മിസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ്. അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ദേ സെലക്ടഡ് സം എസ്ക്രീഷ്യ കൊളൈ. അവർ കുറച്ച് എസ്ക്രീഷ്യ കൊളൈനെ സെലക്ട് ചെയ്തു. ഈ എസ്ക്രീഷ്യ കൊളൈനെ അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ദേ അലൗഡ് ടു ഗ്രോ ദിസ് ബാക്ടീരിയ ഇൻ 15N കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡ് മീഡിയ. അതായത് അമോണിയം ക്ലോറൈഡ് ആണ് അവരുടെ ന്യൂട്രിയന്റ് ആയിട്ട് കൊടുത്തത്. അതിനകത്ത് അമോണിയം ക്ലോറൈഡിലെ ഈ നൈട്രജൻ ഉണ്ടല്ലോ, they gave a heavy nitrogen and high density nitrogen 15N എന്ന് പറഞ്ഞാൽ ഇത് എസ്ക്രീഷ്യ കൊളൈ 15N കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡിൽ വളർന്ന അതിന്റെ നൈട്രജൻ സോഴ്സിന് കനം കൂടുതലാണ് അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ അതിന് 15N ലേബൽഡ് നൈട്രജൻ ആണ് കൊടുത്തത്. റേഡിയോ ആക്ടിവിറ്റി അല്ല കേട്ടോ, അത് അതിന്റെ ഡെൻസിറ്റി കൂടുതലുള്ള നൈട്രജൻ കൊടുത്തു. അപ്പൊ അത് നൈട്രജന്റെ റിക്വയർമെന്റിന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്ന ഹെവി നൈട്രജൻ ആയിരിക്കും യൂസ് ചെയ്യുക അല്ലെ. അവർക്ക് നൈട്രജന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്ന നൈട്രജൻ ബേസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൈട്രജന്റെ റിക്വയർമെന്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന നൈട്രജൻ എന്തായിരിക്കും? ഹെവി നൈട്രജൻ ആയിരിക്കും. അപ്പൊ കുറെ ജനറേഷൻ ഈ എസ്ക്രീഷ്യ കൊളൈനെ 15N കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡിൽ അവർ വളർത്തിയപ്പോൾ ആ എസ്ക്രീഷ്യ കൊളയിലുള്ള പുതിയ DNA ഉണ്ടായത് അല്ലെങ്കിൽ പുതിയ ഓർഗാനിസംസ് ഉണ്ടായതിൽ അധികം 15N കണ്ടെയ്നിങ് നൈട്രജൻ ബേസസ് ആയിരുന്നു. അതായത് നൈട്രജൻ ബേസിസിലുള്ള നൈട്രജന്റെ ഡെൻസിറ്റി കൂടുതലായിരുന്നു. ഇനി അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഈ എസ്ക്രീഷ്യ കൊളൈനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ജസ്റ്റ് ഡിഡ് എ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ. ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമുക്ക് പുതിയതായിട്ട് ഈ എസ്ക്രീഷ്യ കൊളൈനെ ഹൈഡെൻസ് മീഡിയയിൽ വളർത്തിയെടുത്ത ഹൈഡെൻസ് എസ്ക്രീഷ്യ കൊളൈനെ കിട്ടും. നമുക്ക് വേണ്ടത് ഹൈഡെൻസ് എസ്ക്രീഷ്യ കൊളയാണ്. അപ്പൊ ഈ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ടു ഡു ദർ ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ട്യൂബ്. ആ ടെസ്റ്റ് ട്യൂബിനകത്ത് ഫില്ല് ചെയ്യുന്ന സീഷ്യം ക്ലോറൈഡ് ആണ്. ഈ സീഷ്യം ക്ലോറൈഡ് ഫില്ല് ചെയ്യുന്ന ടെസ്റ്റ് ട്യൂബിനകത്ത് ഓരോ ലെയറും ഓരോ ഡെൻസിറ്റി, അതായത് ഓരോ ഡെൻസിറ്റിയും ഏത് ലെവലില് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്ന അതിന്റെ ടെസ്റ്റ് ട്യൂബിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദർ വിൽ ബി എ മാർക്കിംഗ് ദർ വി ക്യാൻ സി 15N കണ്ടെയ്നിങ് 15 നൈട്രജൻ കണ്ടെയ്നിങ് എസ്ക്രീഷ്യ കൊളൈ. അതേപോലെ വേറെ ഒരു ഭാഗത്തായിട്ട് 14 നൈട്രജൻ കണ്ടെയ്നിങ് എസ്ക്രീഷ്യ കൊളൈ. അതായത് എസ്ക്രീഷ്യ കൊളൈയുടെ DNA ഒക്കെ 14N കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അതൊക്കെ ഒരു ഭാഗത്ത് കാണും, 15N കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അതൊരു ഭാഗത്ത് കാണും. അതേപോലെ അതിന്റെ രണ്ടിന്റെ നടുവിലായിട്ട് കാണും 14-15, അതായത് 14ഉം 15ഉം കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന സ്ട്രാൻഡ് ആണെങ്കിൽ അത് അതിന്റെ രണ്ടിന്റെ നടുഭാഗത്തായിട്ട് കാണും. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? നമ്മൾ ആ ഹൈ ഡെൻസിറ്റി മീഡിയയിൽ വളർത്തിയത് തന്നെ നമ്മുടെ എക്സ്പെരിമെന്റൽ ഓർഗാനിസത്തിന് ഒരു പർട്ടിക്കുലർ ഡെൻസിറ്റി എല്ലാ DNA-യിലും ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഹെവി ഡെൻസിറ്റി ഉള്ള DNA ഉള്ള എസ്ക്രീഷ്യ കൊളൈനെ നമുക്ക് വേണ്ടത് ഈ 15N containing Escherichia coli അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ഉള്ള
DNA strands ഉള്ള എസ്ക്രീഷ്യ കൊളൈനെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഈ ആദ്യത്തെ രണ്ട് ടോപ്പ് ലെയറിൽ വന്നിട്ടുള്ള 14N കണ്ടെയ്നിങ് DNA ഉള്ള എസ്ക്രീഷ്യ കൊളൈനെയും 14-15 ബാൻഡ് ഉള്ള DNA ഉള്ള എസ്ക്രീഷ്യ കൊളൈനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ ഇതിന് രണ്ടിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള എസ്ക്രീഷ്യ കൊളൈൻ ഇവരെങ്ങനെയായിരിക്കും? ഡെൻസിറ്റി കൂടിയ എസ്ക്രീഷ്യ കൊളൈനായിരിക്കും. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ ഓർഗാനിസം. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ ആ എക്സ്പെരിമെന്റൽ ഓർഗാനിസത്തിലെ DNA വേറൊരു ക്യാരക്ടറും ഇല്ല, ഹൈ ഡെൻസിറ്റി DNA ആക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുക. നമ്മള് മെന്റലിയൻ ജെനറ്റിക്സില് മെന്റൽ വന്നിട്ട് ഓരോ ക്യാരക്ടറും അതിന്റെ പ്യൂരിറ്റി, അതായത് പ്യുവർ വെറൈറ്റിയിൽ ഹോമോസൈഗോസിറ്റി ഉണ്ടാക്കി എടുത്തു എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഒരു എസ്ക്രീഷ്യ കൊളൈ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്പെരിമെന്റിന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 15N കണ്ടെയ്നിങ് മീഡിയയിൽ വളർത്തിയത്. Okay, so here we have selected these microorganisms for our experiment. So here the Escherichia coli which we selected for our experiment, it was containing the DNA band which has 15N and 15N DNA band. 15N DNA band. ഓക്കെ, ഇനി നമ്മൾ ഇതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എസ്ക്രീഷ്യ കൊളൈനെ ഇടുന്നത് 14N കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡിലാണ്. 14N കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താ? നൈട്രജന്റെ നോർമൽ ഡെൻസിറ്റി ഉള്ള നൈട്രജൻ ആഡ് ചെയ്തിട്ടുള്ള അമോണിയം ക്ലോറൈഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതിനെ നമ്മൾ 20 മിനിറ്റ്സ് ഇതിനകത്ത് വളർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം എസ്ക്രീഷ്യ കൊളയൊക്കെ ഏകദേശം 20 മിനിറ്റ്സിനുള്ളിൽ ഒരു ഡിവിഷൻ നടത്തും അല്ലെ. ഒരു ഡിവിഷൻ നടത്തും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു DNA ബാൻഡാണ്. ഒരു ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ 2 DNA ബാൻഡായിട്ട് മാറും, അല്ലെങ്കിൽ 2 എസ്ക്രീഷ്യ കൊളയായിട്ട് മാറും അല്ലെ. അതിന് വേണ്ടിയിട്ട് 2 എസ്ക്രീഷ്യ കൊള ആയിട്ട് മാറുമ്പോ you see that semi conservative mode of replication prove ചെയ്യാനാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത് അല്ലെ. സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പാരന്റൽ സ്ട്രാൻഡ് സെപ്പറേറ്റ് ആയി. ഇതെന്താണ്? 15N കണ്ടെയ്നിങ് ബാൻഡ് ആണ്. ഇതെന്താണ്? 15N കണ്ടെയ്നിങ് ബാൻഡ് ആണ് അല്ലെ. ഇനി ഇതിനകത്ത് പുതിയതായിട്ട് ഉണ്ടാവുന്ന ഒരു ബാൻഡ് എന്ന് പറയുന്നത് ഏതായിരിക്കണം? 14N കണ്ടെയ്നിങ് DNA ബാൻഡ് ആയിരിക്കണം. കാരണം എന്താ? നമ്മുടെ മീഡിയ എങ്ങനെയാണ്? ലെസ് ഡെൻസ് മീഡിയ ആണ്, അല്ലെങ്കിൽ നോർമൽ നൈട്രജൻ കണ്ടെയ്നിങ് മീഡിയ ആണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഒരു പുതിയ സ്ട്രാൻഡ് ഇവിടെ ഫോം ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഹാവിങ് എ 14N ബാൻഡ്. 14N ബാൻഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ഒരു 14N ബാൻഡ് ഉണ്ടാവും അല്ലെ. ഇവിടെ ഒരു 14N 15N ബാൻഡ് വി ഗോട്ട്. അപ്പൊ നമ്മൾ ഇതിനെ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സി ഇൻ ദ ടെസ്റ്റ് ട്യൂബ് സീസിയം ക്ലോറൈഡ് ഉള്ള ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഇതിന്റെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യാണ്. The 15 band it has to be present here. 15 band ഇവിടെ കാണണം. 15-14 ബാൻഡ് ഇവിടെ കാണണം. 15-14 ബാൻഡ് ഇവിടെ കാണണം അല്ലെ. അതേപോലെ 14 ബാൻഡ് ഇവിടെ കാണണം. ദാ ഇവിടെ കാണണം 14 ബാൻഡ്. നമ്മൾ 20 മിനിറ്റ് ഇതിനെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ ചെയ്തപ്പോ കിട്ടിയത് ദാ ഈ ഒരു ബാൻഡാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ബാക്ടീരിയയുടെയും ഉള്ളില് ഒരു ഹൈബ്രിഡ് ബാൻഡ് വിച്ച് കണ്ടെയ്ൻ 1 ഹെവി ബാൻഡ് ആൻഡ് 1 ലൈറ്റ് ബാൻഡ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഓരോ ഹെവി ബാൻഡും ഉണ്ടായിരുന്നത് സെപ്പറേറ്റ് ആയിപ്പോയി. നീല കളർ ബാൻഡ് സെപ്പറേറ്റ് ആയിപ്പോയി. അതിനകത്ത് ഓരോ ലൈറ്റ് ബാൻഡ് ജോയിൻ ചെയ്തു. ദാറ്റ് ഈസ് എ ഹൈബ്രിഡ് ബാൻഡ് വിച്ച് ഈസ് ഷോയിങ് 15-14 ബാൻഡ്. ഇനി നമ്മൾ ഇതിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് again we allow this bacteria to grow in the same media another 20 minutes. ഒരു 20 മിനിറ്റ്സും കൂടെ ഗ്രോ ചെയ്യാൻ വിട്ടു. ഒരു 20 മിനിറ്റ്സും കൂടെ ഗ്രോ ചെയ്യാൻ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന സ്ട്രാൻഡ്സ് വീണ്ടും സെപ്പറേറ്റ് ആയി പോകും അല്ലെ. അപ്പൊ നോക്കിയേ, ഈ നീല ബാൻഡ് 2 എണ്ണം ഉണ്ടാവും. അതേപോലെ തന്നെ ചുമന്ന ബാൻഡ് 2 എണ്ണം ഉണ്ടാവും അല്ലെ. റെഡ് കളർ ബാൻഡ് ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് അഗെയിൻ 2. ഇതല്ലേ പാരന്റൽ സ്ട്രാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് 4 സ്ട്രാൻഡ് ഉണ്ട്. ഈ 4 സ്ട്രാൻഡ് ഉണ്ടാവുന്ന എങ്ങനെയാണ്? ഇത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പാരന്റൽ സ്ട്രാൻഡ് 4 എണ്ണമായിട്ട് മാറുന്നത്. Now this is 15, this is 15, this is 14, this is 14. Now if you see, ഇതിൽ നിന്ന് ഒരു പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുമ്പോൾ ഈ പുതിയ സ്ട്രാൻഡ് എന്താണ്? 14 സ്ട്രാൻഡ് ആണ്. ഇതെന്താണ്? ഒരു 14 സ്ട്രാൻഡ് ആണ്. സോ ഇതെന്താണ്? this is also a 14 strand. ഇതെന്താണ്? ഇതും ഒരു 14 സ്ട്രാൻഡ് ആണ് അല്ലെ. സോ ഹിയർ when we do the centrifugation for this, ഇതിന്റെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. See here 15-15 band. 15-15 band ഇല്ല നമുക്ക് അല്ലെ.
15-14 ബാൻഡ് അല്ലെങ്കിൽ 14-15 ബാൻഡ്. ഇവിടെ ഒരു ബാൻഡ് നമുക്ക് കിട്ടി. കാരണം എന്താ, രണ്ട് ബാക്ടീരിയ ഹൈബ്രിഡ് ആയിട്ട് കിട്ടി. അതിന്റെ തിക്നെസ് എത്രയുണ്ടോ അത്രയും തന്നെ തിക്നെസ്സോടുകൂടി ഒരു 14-14 ബാൻഡും കിട്ടി. എന്ന് പറഞ്ഞാൽ രണ്ട് ബാക്ടീരിയ ഹൈബ്രിഡ് ഉണ്ടായെങ്കിൽ രണ്ട് ബാക്ടീരിയ പുതിയതായിട്ട് ഉണ്ടായത് എന്താണ്, ലൈറ്റ് ബാൻഡ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ആണ് അല്ലെ. സോ ഫ്രം ദാറ്റ് അഗെയിൻ ഇറ്റ് ഈസ് കൺഫേംഡ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ. അപ്പോൾ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത് ലൈറ്റ് ഡെൻസ് മീഡിയം, ഹെവി ഡെൻസ് മീഡിയം, അല്ലെങ്കിൽ നോർമൽ ഡെൻസ് മീഡിയം, ഹെവി ഡെൻസ് മീഡിയം. ഹെവി ഡെൻസ് മീഡിയയിൽ വളർത്തിയ എസ്ക്രീഷ്യ കൊളൈ അതിന്റെ DNA എല്ലാം ഒരേ തരത്തിലുള്ള ഡെൻസ് DNA ആക്കി കൺവേർട്ട് ചെയ്തതിനു ശേഷമാണ് എന്താക്കിയത്, വി അലൗഡ് ഫോർ ദ എക്സ്പെരിമെന്റ്. നമ്മൾ അതിനെ എക്സ്പെരിമെന്റിലേക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. എന്നിട്ട് അതിനൊരു 20 minutes ലൈറ്റ് മീഡിയയിൽ അല്ലെങ്കിൽ 14N കണ്ടെയ്നിങ് മീഡിയയിൽ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുതിയ ഓർഗാനിസം ഉണ്ടായതെല്ലാം പ്രൊഡ്യൂസ് ചെയ്ത ഹൈബ്രിഡ് ബാൻഡ്സ് ആയിരുന്നു. ആ ഹൈബ്രിഡ് ഡെൻസിറ്റിയാണ് അവരവിടെ കാണിച്ചത്. 14-15 ഡെൻസിറ്റിയാണ് അവരവിടെ കാണിച്ചത്. അതിൽ നിന്ന് തന്നെ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ പ്രൂവ്ഡ് ആണ്. പിന്നെ അതൊന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നമുക്ക് 2 ലൈറ്റ് ബാൻഡും കൂടെ കിട്ടി. അതായത് 2 ലൈറ്റ് ബാൻഡ്സ് മാത്രമുള്ള ഓർഗാനിസത്തിനെയും കൂടി കിട്ടി. സോ ഫ്രം ദാറ്റ് ഇറ്റ് വാസ് അഗെയിൻ കൺഫേംഡ്. അതായത് ഇതാ ഇവിടുന്ന് ഉണ്ടായ ആ ഹെവി ബാൻഡ്സ് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ മേലെ പുതിയ 2 ബാൻഡ് വിച്ച് ഈസ് ലൈറ്റ് ബാൻഡ്സ്. ആൻഡ് അഗെയിൻ ദ ലൈറ്റ് ബാൻഡ്സ് വെൻ ഇറ്റ് ഈസ് ഗോട്ട് സെപ്പറേറ്റഡ് ദാറ്റ് ഓൾസോ ഗോട്ട് ദ ന്യൂ സ്ട്രാൻഡ് വിച്ച് വാസ് ലൈറ്റ് ബാൻഡ്. ഇനി ഇതൊന്നും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് കൂടി നമ്മൾ അലൗ ചെയ്താൽ, അതായത് തേർഡ് ജനറേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20 more minutes if we allow, we can see അതെങ്ങനെ സെപ്പറേറ്റ് ആവും നോക്കിയേ. ഇതൊരെണ്ണം 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 ഇതൊന്ന് 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 അല്ലെ. അപ്പൊ മൊത്തം എത്ര ബാൻഡ് ഉണ്ടാവും, 8 ബാൻഡ് ഉണ്ടാവും. അതിനകത്ത് എത്ര ഹെവി ബാൻഡ് ഉണ്ടാവും, 2 ഹെവി ബാൻഡേ ഉണ്ടാവുള്ളൂ. കണ്ട, നീല 2 എണ്ണേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ എത്ര എന്തായിരിക്കും, റെഡ് കളർ ആയിരിക്കും അല്ലെ. സോ ഹിയർ വി ക്യാൻ സീ ദ റെഡ് ബാൻഡ്, ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് 6. Now if you see the new strand which is produced on this will be 15-14, and here we can see it is 15-14. This is 14-14. This one will be 14-14. This is 14-14. This one is 14-14. This one is 14-14. This is also 14-14. ഇനി നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കേ. 1, 2, 3, 4, 5, 6 ലൈറ്റ് ബാൻഡും 2 ഹൈബ്രിഡ് ബാൻഡും. നമുക്ക് ഇവിടെ കിട്ടിയിരുന്ന 2 ഹൈബ്രിഡ് ബാൻഡും 2 ലൈറ്റ് ബാൻഡും ആയിരുന്നു അല്ലെ. അപ്പോൾ മൂന്നാമത്തെ ജനറേഷൻ ആയപ്പോഴത്തേക്കും നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിനകത്ത് അതിന്റെ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് കഴിയുമ്പോൾ 14-15 റീജിയനിൽ നമുക്ക് കിട്ടുന്നത് ഇത്രയും തിക്നെസ് ഉള്ള ഒരു ബാൻഡ് ആണെങ്കിൽ ഇതിന്റെ 3 ഇരട്ടി തിക്നെസ് ഉള്ള ഒരു ബാൻഡ് കിട്ടും എവിടെ, 14-14 ഏരിയയിൽ. So the thickness it will be increasing in each generation in the light band region. Light band region la inde thickness koodi vannotirikkum. പക്ഷേ ഈ ഹൈബ്രിഡ് ബാൻഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. കാരണം എന്താ, ആ ഹൈബ്രിഡ് ബാൻഡിൽ ഇരിക്കുന്ന ഹെവി ചെയിൻ അല്ലെങ്കിൽ ഹെവി ബാൻഡ് ദാറ്റ് ഈസ് ഫ്രം ദ ഫസ്റ്റ് വൺ. ആ ഫസ്റ്റ് വണ്ണിൽ എത്ര ഉണ്ടാവും അത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ ഏതിനകത്തും ഇതിന്റെ ഹൈബ്രിഡ് ബാൻഡിൽ ഓരോ ജനറേഷനിലും ഉണ്ടാവുള്ളൂ. കാരണം ഇത് പുതിയതായിട്ട് ഒന്നും ഹെവി ആയിട്ട് സിന്തസൈസ് ചെയ്യുന്നില്ല. സോ ഫ്രം ദിസ് ഇസ് കൺഫേംഡ്, ലൈക്ക് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ വാസ് കൺഫേംഡ്. ഇനി ടൈലർ വിസിയാഫാബയിൽ ചെയ്തതും ഈ പറയുന്ന സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ ആണ്. പക്ഷെ അദ്ദേഹം അവിടെ ചൂസ് ചെയ്ത് റേഡിയോ ആക്റ്റീവ് തൈമിഡിനാണ് കേട്ടോ. റേഡിയോ ആക്ടിവിറ്റി ഉള്ള തൈമിനാണ് അദ്ദേഹം അവിടെ ചൂസ് ചെയ്ത്. ഇവിടെ നമ്മൾ റേഡിയോ ആക്ടിവിറ്റി അല്ല ചൂസ് ചെയ്ത്. ദിസ് ഇസ് അക്കോർഡിംഗ് ടു ദ ഡെൻസിറ്റി, അക്കോർഡിംഗ് ടു ഹെവി ഡെൻസിറ്റി, ലൈറ്റ് ഡെൻസിറ്റി. സോ ഹിയർ വി ഹാവ് അക്കോമഡേറ്റഡ് ദ നൈട്രജൻ വിച്ച് ഈസ് ഹെവി ഡെൻസ് ആൻഡ് വിച്ച് ഈസ് ലൈറ്റ് നൈട്രജൻ ഓർ ലെസ് ഡെൻസ് നൈട്രജൻ. അല്ലാണ്ട് റേഡിയോ ആക്ടിവിറ്റി അല്ല നമ്മൾ ഈ കേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം.
എസ്ക്രീഷ്യ കൊളൈനെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത ഓർഗാനിസം. എസ്ക്രീഷ്യ കൊളൈനെ നമ്മൾ ആ ഒരു യൂണിഫോം ബാൻഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഹോമോസൈഗസ് ബാൻഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ 15N കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡിൽ വളർത്തി. എല്ലാ എസ്ക്രീഷ്യ കൊളൈഡയും ഉള്ളിലിരിക്കുന്ന DNA ബാൻഡ്സ് 15N ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഓർഗാനിസത്തിന് ഈ heavy dense മീഡിയയിൽ വളർത്തിയത്. Then after that we have conducted the experiment in the normal media. പിന്നെ നമ്മൾ നോർമൽ മീഡിയയിലാണ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തത് 14N കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡ് ആണ്. അതിനകത്ത് ഒരു 20 മിനിറ്റ് ബാക്ടീരിയനെ വളർത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കറിയാം. 19 മിനിറ്റ് മതി അതിന്റെ റിപ്ലിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഒരു മിനിറ്റിലെ ആ ബാക്ടീരിയ ബൈനറി ഫിഷൻ നടത്തും. അപ്പൊ 20 മിനിറ്റ് മതി ഒരു ബാക്ടീരിയക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഒരു ഒറ്റ ഡിവിഷന് മാത്രമേ ബാക്ടീരിയനെ അലൗ ചെയ്യുന്നുള്ളൂ. ഒരു ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ബാക്ടീരിയാസ് that will show the hybrid band as this heavy bands are getting separated and it is incorporated with the new band which is formed from the less dense media. അതായത് 14N കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡിൽ നിന്ന് കിട്ടുന്ന നൈട്രജൻ വെച്ചിട്ട് അവർക്ക് പുതിയ നൈട്രജൻ ബേസസ് സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയൊരു ബാൻഡ് ഉണ്ടാകുമ്പോൾ അത് എപ്പോഴും ലൈറ്റ് ബാൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 2 ഹൈബ്രിഡ് ബാൻഡാണ്. ഈ 2 ഹൈബ്രിഡ് ബാൻഡുള്ള DNA നമ്മൾ ആ സെയിം മീഡിയയിൽ തന്നെ ഒരു 20 മിനിറ്റ് കൂടെ വളരാൻ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 എണ്ണമായിട്ട് മാറും. ആ 4 എണ്ണത്തിനകത്ത് നമുക്ക് 2 എണ്ണം ഹൈബ്രിഡും 2 എണ്ണം ലൈറ്റ് ആയിട്ടും കിട്ടും. അതേപോലെ അതിനെ വീണ്ടും നമ്മൾ ഒരു 20 മിനിറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാരന്റൽ സ്ട്രാൻഡ് വന്നിട്ട് 8 എണ്ണം ഉണ്ടാവും. അതിനകത്ത് 2 എണ്ണം ഹെവി ബാൻഡും ബാക്കി 6 എണ്ണം ലൈറ്റ് ബാൻഡും ആണ്. അതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും the new organism which was produced 6 എണ്ണം ലൈറ്റ് DNA ഉള്ള ഓർഗാനിസം ആയിരിക്കും, 2 എണ്ണം മാത്രം ഹൈബ്രിഡ് ബാൻഡ് ആയിരിക്കും. അപ്പൊ ഇനി ഇങ്ങോട്ടുള്ള എല്ലാ 20 മിനിറ്റ് കൂടുമ്പോഴും ഈ പറയുന്ന ബാൻഡിന്റെ തിക്നെസ് ഇങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ ഈ ബാൻഡിന്റെ തിക്നെസ് എങ്ങനെയായിരിക്കും? കൂടി വരും. സോ ഫ്രം ദാറ്റ് ഇറ്റ് ഈസ് ക്ലിയർ ദ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ. സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ പ്രൂവ് ചെയ്ത സയന്റിസ്റ്റ് മിസൽസൺ ആൻഡ് സ്റ്റാൾ ആണ്. അതേപോലെ തന്നെ ടെയ്ലറും വിസിയ ഫാബേലെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ടെയ്ലർ വിസിയ ഫാബേലെ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ യൂസ് ചെയ്തത് റേഡിയോ ആക്റ്റീവ് തൈമിഡിനാണ്. അത് ഒരു റേഡിയോ ആക്ടിവിറ്റി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റേഡിയോ ആക്ടിവിറ്റി ഏതൊക്കെ ബാൻഡിൽ കാണുന്നുണ്ട് അത് നോക്കിയിട്ടാണ് അദ്ദേഹത്തിന് എക്സ്പെരിമെന്റ് ചെയ്തത്. പക്ഷെ ഇവിടെ അത് റേഡിയോ ആക്ടിവിറ്റി അല്ല വി ഹാവ് ഇൻകോർപ്പറേറ്റഡ്, ദാറ്റ് ഈസ് ദ ലെസ് ആൻഡ് ഹൈ ഡെൻസ് മീഡിയ, അല്ലെങ്കിൽ ഡെൻസിറ്റി ഗ്രേഡിയന്റ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡെൻസിറ്റി ഡിഫറൻസ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ഈ എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദ DNA semi conservative mode of replication, it was proved in Escherichia coli and Visia faba. Escherichia coli, these both were done in 1958. In Escherichia coli it was proved by Michelson and Stahl, and Visia faba it was proved by Taylor. Okay, so this is all about this session. ഇനി നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് DNA replication ആണ്. Okay.